നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. യൂറോപ്പിൻ്റെ വിവിധ രാജ്യങ്ങളിലായി ധാരാളം മലയാളികൾ താമസിക്കുന്നുണ്ട്. UK-യിലെയും റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലെയും സ്വിറ്റ്സർലൻഡിലെയും ഇറ്റലിയിലെയും മലയാളികളുടെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പോകുന്നത് ഓസ്ട്രിയയിലെ മലയാളികളുടെ വിശേഷങ്ങൾ അറിയാനായിട്ടാണ്. ഏവർക്കും സ്വാഗതം. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതി തന്നെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്ത് പോകുന്നതും ഓരോ പഠനം പോലെയാണ്. മലയാളികളുടെ ജീവിത രീതികളും അവിടുത്തെ മറ്റ് ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. നിങ്ങൾ വണ്ടർ ചെയ്യുകയായിരിക്കും, ആരാണ് എൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ നടക്കുന്നത്. ഇത് നമ്മുടെ സൗണ്ട് എഞ്ചിനീയറാണ്, ജോൺ എൽമാർ. യൂറോപ്പ് മലയാളി ജേണലിൻ്റെ തുടക്കം മുതലേ ഉള്ള അവർ സൗണ്ട് എഞ്ചിനീയർ. ഹീത്രോയിൽ നിന്ന് തിരിച്ച് 2-2.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഓസ്ട്രിയയിലെത്തിയിരിക്കുകയാണ്. ഓസ്ട്രിയയിൽ ഞങ്ങളെ കാത്ത് പ്രിൻസ് ഉണ്ട്. പ്രിൻസ്, നമസ്കാരം. പ്രിൻസ്, ഏതായാലും രാത്രി 11:30 മണിയായല്ലോ, ഇതിനെ കാത്തു നിന്നല്ലോ. ഓക്കെ. ഓസ്ട്രിയയിലെത്തി. ഇന്ന് രാവിലെ നല്ല ചൂടാണ്.
26 ഡിഗ്രി ചൂട്. യൂറോപ്പിൽ ഇത് അസാധാരണമാണ്, നല്ല ചൂട് വരുന്ന ഒരു ദിവസം. ഇന്ന് നമുക്ക് പുറത്തുപോയി ഓസ്ട്രിയയുടെ വിശേഷങ്ങൾ നോക്കി കാണാം. നമ്മളിന്ന് ഓസ്ട്രിയയിലെ പാർലമെന്റിന് മുമ്പെയാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ഓസ്ട്രിയയുടെ പാർലമെന്റ്. നിങ്ങൾക്ക് കാണാം, വളരെ ശാന്തമായ ഒരു പാർലമെന്റ്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്, യാതൊരു തിരക്കൊന്നുമില്ല. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു പോലീസുകാരനെ പോലും കാണാനില്ലെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ യൂറോപ്പിലെ, പ്രത്യേകിച്ച് ഓസ്ട്രിയയുടെ ഒരു പ്രത്യേകത. നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 10 100 ഒക്കെ പോലീസുകാർ എസ്കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ മന്ത്രിമാരൊക്കെ വന്നിറങ്ങുന്നത് വളരെ സിമ്പിളായിട്ട് വന്നിറങ്ങുന്നു, കയറി പോകുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലും ആലോചിക്കാവുന്നതാണ്. ഞാനിവിടെ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ മന്ത്രിമാരെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തരാണെന്ന്. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ശ്രീ KR നാരായണൻ സാറ്, മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി, ഇവരൊക്കെ ഇവിടെ വന്ന സമയത്ത് ഞാനും കണ്ടിട്ടുണ്ട്. അവരിവിടെ വരികയും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വളരെ സിമ്പിളായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും നമ്മുടെ ഇവിടുത്തെ യൂറോപ്പുമായിട്ടുള്ള വ്യത്യാസം. നാട്ടിൽ നമ്മുടെ സുഹൃത്ത് പ്രിൻസ് പറഞ്ഞതുപോലെ പോലീസ് പ്രൊട്ടക്ഷൻ കാരണം പാർലമെന്റ് പരിസരത്തേക്ക് അടുക്കുവാൻ സാധിക്കുന്നില്ല. ഇവിടെ വളരെ ഈസിയാണ്. വണ്ടി കൂടെ റോഡിൽ ബസ് പോകുന്നു, അല്ലെങ്കിൽ കാറ് പോകുന്നു, ആരും ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾ 1-2 പോലീസുകാരെ കാണുന്നുള്ളൂ. അതുപോലെ തൊട്ടടുത്ത് പള്ളിയുണ്ട്, മ്യൂസിയം ഉണ്ട്, VNA യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ കാണുന്നത് ഇത് അസംബ്ലിയാണ്, കേരള അസംബ്ലി എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞാൽ റാത്ത് ഹൗസ് എന്ന് പറയും. അങ്ങനെയുള്ള ഇതാണ്. ഇവിടുത്തെ മന്ത്രിമാരെല്ലാം സ്വന്തം കാർ ഓടിച്ച് വരുന്നത് കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ചൊന്ന് പറഞ്ഞോളൂ. അത് വാസ്തവമാണ്. ഇവിടുത്തെ ബുണ്ടസ് കാൻസിൽ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്.
പ്രൈം മിനിസ്റ്റർ ആയാലും ഉപപ്രധാനമന്ത്രി ആയാലും മറ്റ് കേന്ദ്രമന്ത്രിമാരായാലും ഇവിടെയുള്ള മിനിസ്റ്റേഴ്സ് എല്ലാം സ്വന്തം കാറിൽ ഡ്രൈവ് ചെയ്ത് ഈ സൈഡുകളിൽ കിടക്കുന്ന ഏതെങ്കിലും കാറുകൾ ഇവിടുത്തെ മന്ത്രിമാരുടെ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിൻ്റെയൊക്കെയാണ്. അവർ നമ്മൾ സാധാരണ ഓഫീസിൽ ഡ്യൂട്ടിക്ക് പോകുന്ന പോലെ വന്ന് ജോലി ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും പ്രസിഡന്റുമാരോ പ്രൈം മിനിസ്റ്റേഴ്സോ മാത്രം വന്നാൽ ആ കാറ്റഗറിയിൽ മാത്രം പോലീസ് പ്രൊട്ടക്ഷനോടെ അവരെ സ്വീകരിക്കുകയും കൊണ്ടുനടക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. ടോമിച്ചൻ, ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പറയാമോ? ഇത് പണിതിരിക്കുന്നത് ഗ്രീസിലെ മോഡലിലാണ് പണിതിരിക്കുന്നത്. ഇത് കണ്ടാൽ തോന്നുന്നു നമ്മൾ ഓസ്ട്രിയൻ സ്റ്റൈലാണ്, അല്ല, അത് ഗ്രീസിന്റെ സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത്. വിയന്നയുടെ സെക്രട്ടറിയേറ്റ് എന്ന് പറയും, റാത്തോസ് എന്നാണ് ഇവിടെ ജർമ്മനിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള അസംബ്ലി മന്ദിരമാണ് അത് തന്നെ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുന്നിൽ മിക്കവാറും സമയങ്ങളിലെല്ലാം എന്തെങ്കിലും ഫെസ്റ്റിവൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫിലിം ഫെസ്റ്റിവൽ 2014 ജൂൺ 28 മുതൽ 31 ഓഗസ്റ്റ് വരെ നടന്നുകൊണ്ടിരിക്കുന്നു. ഡിസംബർ മാസത്തിൽ ഇവിടെ ക്രിസ്കിൻ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഈ ഉണ്ണീശോയുടെ ആ സമയത്തുള്ള ഒരു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാർക്കറ്റ്, ഒരുപാട് ടൂറിസ്റ്റുകൾ പുറത്തുനിന്നുള്ള ആൾക്കാർ, വിയന്നയുടെ അല്ലെങ്കിൽ ഓസ്ട്രിയയുടെ പല ഭാഗത്തുനിന്നുള്ള ആളുകൾ ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വരാറുണ്ട്. ബിൽഡിംഗ് എന്താണ്? അത് ഹോഫ്ബുർഗ് തിയേറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കലാനിലയത്തിന്റെ നാടക പരിപാടി ഉണ്ടല്ലോ, സ്ഥിരം നാടകം എന്ന് പറഞ്ഞ പോലെ ഇവിടെ നാടകം, ഡാൻസ് അങ്ങനെയുള്ള പരിപാടികൾ സ്ഥിരം നടത്തുന്ന ഒരു ഹാളാണ്. ഇത് ഓസ്ട്രിയയിലെ യൂണിവേഴ്സിറ്റി ആണല്ലോ. ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതാണ് വിയന്ന യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് കാണാം, ഇത് ഇവിടെ വിയന്നയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ 1990 ഇവിടെ വിയന്നയിൽ ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിട്ടാണ് വിയന്നയിൽ ആദ്യമായിട്ട് എത്തിയത്. പിന്നെ ഒരുപാട് മലയാളികൾ അല്ലേ ചേട്ടാ, ഒരുപാട് ആളുകൾ സ്റ്റുഡന്റ്, അന്നത്തെ കാലത്ത് സ്റ്റുഡന്റ് വിസയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കരിയർ മാറ്റി വേറെ രീതിയിലേക്ക് മാറി. അപ്പൊ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്റ്റുഡൻസിന് വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ പണ്ടത്തെ അത്ര ആൾക്കാർ വരുന്നില്ല എന്ന് എനിക്ക് വരുന്നുണ്ട്. എന്നാലും വളരെ സാധ്യത, വളരെ പ്രോസസ് സ്ട്രിക്റ്റ് ആണ്. എങ്കിൽ തന്നെ ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നോക്കിയിരിക്കുന്നത് എന്താണ്, ഏതെങ്കിലും രീതിയിൽ വിദേശത്ത് വരാമെന്നുള്ളത്. തീർച്ചയായിട്ടും സ്റ്റുഡന്റ് ആയിട്ട് വരുന്നവരാണ് ധാരാളം. വന്നു കഴിഞ്ഞിട്ട് താങ്കളെ പോലെയൊക്കെ സെറ്റിൽ ചെയ്ത ഒരുപാട് ആൾക്കാരില്ലേ? അപ്പൊ അതിനുള്ള അവസരങ്ങൾ ഇപ്പൊ എത്രത്തോളം ഉണ്ട്? ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും വന്നിട്ട് ഒരു നഴ്സിംഗ് ഫീൽഡിലേക്ക് മാറുകയാണെന്നാണ്. കാരണം വെച്ചാൽ ഇവിടെ ജോലിക്ക് സാധ്യത കൂടുതൽ ഈ നഴ്സിംഗ് ഫീൽഡിലായതുകൊണ്ട് ഇവിടെ സ്റ്റുഡന്റ് വിസയിൽ വന്ന് പിന്നെ ഈ മാറി അങ്ങനെ ജോലി സമ്പാദിക്കുന്നത്. അതെ. അപ്പൊ ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോഴേ അപ്പൊ നമ്മൾ ഏത് ലാംഗ്വേജ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്? തുടക്കത്തിൽ നമ്മൾ ആദ്യം ജർമ്മൻ, ആദ്യം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ അല്ലെങ്കിൽ 1.5 വർഷക്കാലം നമ്മൾ കംപ്ലീറ്റ് ജർമ്മൻ പഠിച്ച് പിന്നെ ജർമ്മനിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷ് ഉണ്ട്. പക്ഷേ മെയിനായിട്ട് ജർമ്മൻ പഠിച്ചിരിക്കുന്നു. ജർമ്മനിൽ തന്നെ നഴ്സിംഗിന്റെ പരീക്ഷ എഴുതി പാസ്സാണ്. നഴ്സിംഗിന് കിട്ടത്തില്ല, 12 പേപ്പർ എഴുതണം. അപ്പൊ ആദ്യം വരുന്നവർക്ക് ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. പ്രശ്നമുണ്ട്, അത് പഠിച്ചേ പറ്റുള്ളൂ.
അത് പഠിക്കുന്നുണ്ട്, എല്ലാവരും പഠിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു UK ആകുമ്പോൾ ഇതിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ നാട്ടിൽ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്നതുകൊണ്ട്. ഇംഗ്ലീഷ് അറിയാവുന്ന. അപ്പോൾ ഇവിടെ അത് ഒരു ഡിഫറെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഓസ്ട്രിയ ഈ 3 സ്ഥലത്ത് വരുന്ന മലയാളികൾ ഞങ്ങളെ പോലുള്ള ആളുകളുടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. വിയന്നയുടെ സിറ്റി സെന്ററിൽ വന്നപ്പോൾ നമുക്കൊരു ഇന്ത്യൻ ഫ്ലാഗ് കാണാൻ കഴിഞ്ഞു. എന്താണ് ടോമിച്ചൻ അത്? നമ്മുടെ ഇന്ത്യൻ എംബസിയാണ് നമ്മുടെ ഈ പുറകെ കാണുന്നത്. ഇന്ത്യൻ എംബസിയാണ്. ഇവിടെയാണ് എല്ലാം നമ്മുടെ പേപ്പർ വർക്കെല്ലാം നടക്കുന്നത്. കൗൺസിലേറ്റാണ്. അതിന്റെ വേറൊരു ഓഫീസ് ഈ ബിൽഡിങ്ങിലും ഉണ്ട്, ഈ കാണുന്ന ബിൽഡിങ്ങിലും ഉണ്ട്. അംബാസഡറൊക്കെ ഇരിക്കുന്നത് ഇവിടെ തന്നെയായിരുന്നു. ഞാൻ വന്നപ്പോൾ മുതൽ ഇവിടെ തന്നെയായിരുന്നു. 20 വർഷമായി. വിയന്നയുടെ സെൻട്രൽ ഭാഗമാണല്ലോ ഇത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിയന്നയുടെ സെൻട്രൽ ഭാഗം. അതായത് ഇവിടുന്ന് എനിക്ക് തോന്നുന്നൊരു 200 മീറ്ററിലാണ് നമ്മുടെ സെന്റ് സ്റ്റീഫൻസ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഈ റിംഗിലെ ഏറ്റവും ആദ്യത്തെ ബിൽഡിംഗ് ആണ്. ഇതാണ് ഈ ബിൽഡിംഗ്. എന്താണ്? ഇതാണ് നമ്മളുടെ വിശ്വപ്രസിദ്ധമായ വിയന്ന ഓപ്പറ. ഓപ്പറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പറ കാണാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും, അമേരിക്ക, അതുപോലെ UK, നിങ്ങളുടെ സ്ഥലത്തു നിന്നൊക്കെ ഫ്ലൈറ്റിൽ ആളുകൾ വന്ന് ഇത് കണ്ട് തിരിച്ചു പോകുന്നതൊക്കെ പല ആളുകളെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പറ കാണാൻ വേണ്ടി വേൾഡിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരും. അത്ര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. ഓസ്ട്രിയയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓപ്പറയാണ്. വിയന്നയിലെ അതിപുരാതനമായ ഒരു ചർച്ചാണല്ലോ ഇത്. ഈ ചർച്ചിനെ കുറിച്ചൊന്ന് പറയാമോ? ഇത് വിയന്നയുടെ അല്ലെങ്കിൽ ഓസ്ട്രിയയുടെ സെന്റ് സ്റ്റീഫൻസ് ചർച്ച്. ഇത് വിയന്നയുടെ ഹൃദയഭാഗത്താണ്, അതായത് കറക്റ്റ് മിഡിൽ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നമ്മുടെ വിയന്നയുടെ ഒരു സിമ്പിൾ കൂടിയാണ് ഈ പള്ളിയുടെ ആ ഒരു രൂപം. ഒരുപാട് ആളുകൾ, വർഷങ്ങളായിട്ടുള്ള പള്ളിയാണ്. അതുകൂടാതെ ഒരുപാട് ആളുകൾ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഒരു മെയിൻ പ്ലേസ് ആണ്.
850 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കത്തീഡ്രലാണ്. റോമിലെ വത്തിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഓസ്ട്രിയയിലെ സ്റ്റെഫാൻസ് തോമ. ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ് ഇവിടെ. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന മെയിൻ സ്ഥലങ്ങളിലൊന്നാണിത്. പഴമ നിർത്തിക്കൊണ്ട് തന്നെ പുതിയ പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തതാണ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെഫാൻസ് ഡോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ 3ാമത്തെ കത്തീഡ്രൽ എന്ന് പറയാം. 1ാമത്തെ കത്തീഡ്രൽ നമുക്കറിയാം സെന്റ് പീറ്റേഴ്സാണ്. 2ാമത്തെ ജർമ്മനിയിലെ ബോണിലെ ഡോമാണ്. അത് കഴിഞ്ഞാൽ പറയുവാണെങ്കിൽ ഏറെക്കുറെ വലിയതാണ് തന്നെ. ഇത് പറയപ്പെടുന്നത് 3ാമത്തെ ഞാൻ അറിയപ്പെട്ടിരിക്കുന്നത് കത്തീഡ്രൽ. നമ്മൾ UN ആസ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. ഓസ്ട്രിയയിൽ വന്നപ്പോൾ UN വരാതെ പോകുന്നത് ശരിയല്ലല്ലോ. അവിടെ നമുക്ക് കുറച്ച് മലയാളി ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്നറിയാം. പ്രധാനമായ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ? ഇവിടെ വിയന്ന ഇന്റർനാഷണൽ സെന്റർ, ഇവിടെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ആസ്ഥാനമാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ മറ്റൊരു പ്രധാന ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓസ്ട്രിയയിലെ വിയന്നയിലുള്ള യുണൈറ്റഡ് നേഷൻസിന്റെ ആസ്ഥാനം. ഇവിടെ പ്രധാനമായിട്ടും യുണിഡോ, UNODC, അതുപോലെ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഇവിടെയാണ്. അന്തർദേശീയ ആണവ കരാറിന്റെ ഒക്കെ ഒരു പ്രധാന ആസ്ഥാനമാണ്. ഞാൻ 13 വർഷമായി ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയിലെ ഉദ്യോഗസ്ഥനാണ്. കുടുംബസമേതം വിയന്നയിൽ താമസിക്കുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റ് യൂറോപ്പ് ഡയറക്ടർ ശ്രീകുമാറിനെയും സംഘത്തെയും വിയന്ന ഇന്റർനാഷണൽ സെന്ററിലേക്ക്, ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയിലേക്കൊക്കെ സ്വാഗതം ചെയ്യാൻ, റിസീവ് ചെയ്യാനൊക്കെ സാധിക്കുന്നത് വളരെ ഭാഗ്യമായി കരുതുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. 105 മലയാളികളും ജോലി ചെയ്യുന്നു. 105 മലയാളികൾ, ഇന്ത്യൻസ് മോർ ദാൻ 400. കുഴപ്പമില്ലാതെ പോകുന്നു. എല്ലാവരും വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷമായിട്ട് പോകുന്ന നല്ല സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കുറച്ച് മലയാളികളെ കൂടെ ഒന്ന് കാണാം. എൻ്റെ പേര് പാപ്പച്ചൻ പൊന്നിക്കൽ. ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നു. ശ്രീകുമാറിനെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും ശ്രീകുമാറിനെ വിയന്നയിലെ ആറ്റോമിക് എനർജി ഏജൻസിയിലേക്ക് സ്വാഗതം ചെയ്തതിന് സന്തോഷമുണ്ട്. നമുക്ക് കൂടുതൽ സംസാരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ ഇവിടെ ഓസ്ട്രിയയിൽ വന്നപ്പോഴത്തേക്ക് പ്രധാനമായും ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഇവിടെ വന്ന് ഇവിടുത്തെ മലയാളികളെയൊക്കെ കാണുക, വിശേഷിച്ച് UN വരിക എന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹമായിരുന്നു.